ആഗോളതലത്തിൽ മതങ്ങൾക്ക് മേലുള്ള സർക്കാർ നിയന്ത്രണങ്ങൾ ഏറ്റവും ഉയർന്ന നിലയിലെത്തി എന്ന കണ്ടെത്തലുമായി പ്യൂ റിസർച്ച് സെന്റർ 2021 ശേഷം മതങ്ങൾക്ക് മേലുള്ള സർക്കാർ നിയന്ത്രണങ്ങൾ ആഗോളതലത്തിൽ ഏറ്റവും ഉയർന്ന നിലയിലെത്തി എന്ന് ഈ മാസം പ്രസിദ്ധീകരിച്ച സർവേ റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുന്നു. ചൈന, റഷ്യ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, അൾജീരിയ എന്നീ രാജ്യങ്ങളിൽ മതങ്ങൾക്കും മതവിശ്വാസങ്ങൾക്കും മേലുള്ള സർക്കാർ നിയന്ത്രണങ്ങൾ ഏറ്റവും ഉയർന്ന നിലയിലായി എന്ന് റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു. നൈജീരിയയും ഇന്ത്യയുമാണ് സാമൂഹിക വിദ്വേഷത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും മോശം റാങ്കിലുള്ള രാജ്യങ്ങൾ. ദിവ്യകാരുണ്യത്തെ ആസ്പദമാക്കി നിർമ്മിച്ച ജീസസ് ടേസ്റ്റ് ദ മിറാക്കിൾ ഓഫ് ദ യുക്കാരിസ്റ്റ് എന്ന ചിത്രം ജൂൺ മാസം തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും. ഫാറ്റോം ഇവന്റ്സ് ആണ് ചിത്രത്തിന്റെ അമേരിക്കയിലെ വിതരണം നിർവഹിക്കുന്നത്. പ്രശസ്തരായ ബൈബിൾ പണ്ഡിതർ ദിവ്യകാരുണ്യത്തെപ്പറ്റി പറയുന്ന ഭാഗങ്ങളും ദിവ്യകാരുണ്യം ജീവിതത്തെ സ്പർശിച്ച ആളുകളുടെ അനുഭവങ്ങളും ഡോക്യുമെന്ററി രൂപത്തിൽ നിർമ്മിച്ച ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലോകപ്രശസ്തരായ കത്തോലിക്ക ദൈവശാസ്ത്രജ്ഞരെയും നേതാക്കളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് യേശുക്രിസ്തുവിന്റെ വിശുദ്ധ കുർബാനയിലെ സജീവ സാന്നിധ്യത്തെപ്പറ്റി ഒരു ചിത്രം നിർമ്മിക്കുക എന്നത് യുക്കാരിസ്റ്റിക് റിവൈവലിന്റെ പശ്ചാത്തലത്തിൽ സുപ്രധാനമായി തോന്നിയെന്ന് ചിത്രത്തിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഡീക്കൻ സ്ലീവ് ഗ്രെക്കോ പറഞ്ഞു. ഈ ചിത്രം നിർമ്മിക്കാൻ പരിശുദ്ധാത്മാവാണ് തങ്ങളെ നയിച്ചത്. ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നത് മനസ്സിലാക്കുകയാണെന്നും അതിനാൽ ഈ ചിത്രം ഒരുപാട് ആളുകളുടെ ജീവിതത്തെ മാറ്റിമറിക്കുമെന്നും ഗ്രെക്കോ പ്രത്യാശ പ്രകടിപ്പിച്ചു. യേശുക്രിസ്തു നമ്മെ സ്നേഹിക്കുന്നുണ്ടെന്ന് ആളുകൾ മനസ്സിലാക്കുക, വിശുദ്ധ കുർബാനയ്ക്കും ദിവ്യകാരുണ്യ ആരാധനയ്ക്കും പോകാൻ ആളുകളെ പ്രേരിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളാണ് ചിത്രം നിർമ്മിച്ചതിന് പിന്നിലുള്ളതെന്നും പിന്നണി പ്രവർത്തകർ പറയുന്നു. ജൂൺ 4, 5, 6 തീയതികളാണ് പ്രദർശന ദിവസങ്ങളായി നിശ്ചയിച്ചിട്ടുള്ളത്. ഗെയിമിലൂടെ ദൈവത്തെ അറിയാനും തിരുവചനം പഠിക്കാനും സഹായകമാകുന്ന പ്ലാറ്റ്ഫോമിന് തുടക്കമിട്ട് ഓസ്ട്രേലിയൻ വൈദികൻ പ്രമുഖ ക്രിസ്ത്യൻ ഗായകനും ഗാനരചയിതാവുമായ ഫാദർ റോബർട്ട് ഗാലിയയാണ് നവമാധ്യമത്തിന്റെ സാധ്യതകളിലൂടെ ദൈവത്തെ പ്രഘോഷിക്കാൻ ഒരുങ്ങുന്നത്. വ്യത്യസ്തമായ രീതിയിലൂടെ ദൈവവചന പ്രഘോഷണം നടത്തി യുവാക്കളെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുകയാണ് സെയിന്റ് മെറ്റ എന്ന പേരിൽ പുറത്തിറങ്ങുന്ന കാത്തലിക് ഗെയിമിലൂടെ വൈദികൻ ലക്ഷ്യമിടുന്നത്. കുട്ടികളെയും യുവാക്കളെയും ലക്ഷ്യമിട്ടുള്ള ഈ പ്രോഗ്രാം പെസഹ വ്യാഴാഴ്ച റിലീസ് ചെയ്യും. ഫാദർ റോബർട്ട് ഗാലിയ 2011 ലോക യുവജന ദിനത്തിൽ ഏകദേശം 5 ലക്ഷം ആളുകൾക്ക് മുന്നിൽ പാടുകയും ഓസ്ട്രേലിയയുടെ ഗോഡ് ടാലന്റിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. വീഡിയോകൾ, ഓൺലൈൻ ആരാധനകൾ എന്നിവയിലൂടെ ഇതിനോടകം തന്നെ ഫാദർ റോബർട്ട് ഗാലിയയുടെ ലാഭേച്ഛയില്ലാത്ത സേവനം 1.7 മുതൽ 2 ദശലക്ഷം ആളുകളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. കാലം മാറുന്നതനുസരിച്ച് ജനറേഷൻ ആൽഫ എന്ന് വിളിക്കപ്പെടുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ഗെയിമിലേക്കാണ് തന്റെ ഇപ്പോഴത്തെ ചുവടുവെപ്പെന്ന് പുരോഹിതൻ പറയുന്നു. ഉപയോക്താക്കൾക്ക് ഗെയിമുകൾ കളിക്കാനും ബൈബിളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ സന്ദർശിക്കാനും കഴിയും. അനുഭവത്തിന്റെ അവസാനം ഒരു വെർച്വൽ മെഴുകുതിരി കത്തിച്ചും ഒരു ജോഡി മാലാക ചിറകുകൾ സ്വീകരിച്ചും അവർക്ക് മെറ്റാ സെയിന്റ് ആകണോ എന്ന് തീരുമാനിക്കാമെന്ന് ഫാദർ പറയുന്നു. ചെറുപ്പക്കാരിൽ പലരും ഈസ്റ്ററിൽ പള്ളിയിൽ പോകുന്നില്ല. അവർ സുവിശേഷം കേൾക്കുകയില്ല. അതിനാൽ സഭയെ അവരിലേക്ക് എത്തിക്കാനും അവർക്ക് സുവിശേഷം എത്തിക്കാനുമുള്ള ഏറ്റവും അനുയോജ്യമായ സമയമാണിതെന്ന് ഞങ്ങൾ കരുതിയെന്ന് വൈദികൻ പറഞ്ഞു. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.